എല്ലാവരുടെ വീട്ടിലും എല്ലാ വർക്കും ചെയ്യുന്ന അമ്മമാരുണ്ടാവാം. ഇനി ഇൻ കേസ് ഇത് ഹസ്ബൻഡുമാരെ കേൾക്കുന്നുണ്ടെങ്കിൽ വൈഫ്മാരുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നാലും ഒരു തൂക്ക് കൂടുതൽ ചിലപ്പം അമ്മ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വൈഫ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പം മരുമക്കളായിരിക്കുന്നെങ്കിൽ അമ്മായിമ്മമാർ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ചിലപ്പം അമ്മായിമ്മമാർ നിന്നിട്ട് മരുമക്കൾ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. അപ്പം ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരോട് അല്ലെങ്കിൽ വൈഫ്മാരോടൊക്കെ ഒരു അവരൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തവർ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അവർ പറയാറുണ്ട്, പക്ഷെ ഒരു കൈ സഹായം ഒരാൾ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇനിയിപ്പം അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന കേട്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും പോയി ചെയ്താളെയാന്ന് വെച്ചിട്ട് പോയി ചെയ്യുമ്പോൾ നമ്മളെക്കാൾ സ്പീഡിൽ അത് ചെയ്ത് തീർക്കുന്നതും കാണാം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഫ്രീ ആയിട്ട് ഇരുന്ന് ചിലപ്പോൾ ഫോൺ നോക്കുകയോ ടി വി കണക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവർക്ക് വരാം. ഒരു സഹായം ആർക്കെങ്കിലും ചെയ്യാലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇപ്പോൾ മക്കളായിരിക്കുന്നവരായിരിക്കും, ഹസ്ബൻഡായിട്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക അമ്മച്ചിയാട്ടോ. അപ്പം നമ്മളെ കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യിക്കാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളിപ്പം സിങ്കിൾ കുറച്ച് പാത്രം ഇട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അത് കണ്ടിന്യൂങ്ങൾ ഒന്ന് കഴുകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവർ പറയുന്നേക്കാൾ മുമ്പേ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും അവരോട്. എന്നെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് നമ്മൾ തന്നെ പോയി കഴുകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം അല്ല പാകമായിട്ടായിരിക്കും ഒരു ഭാഗത്ത് പോയി ഇരുന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ വിളിച്ചിട്ടായിരിക്കും എനിക്ക് ഫുഡ് വിളമ്പിത്താന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. കാരണം ഇത്രയും ഉണ്ടാക്കിയിട്ട് എന്താ എടുത്ത് കഴിക്കാൻ പറ്റണമല്ലേ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിളമ്പി തിന്നാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സിങ്കിലൊക്കെ കുറച്ച് പാത്രം കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകി വെക്കാൻ, അങ്ങനെയുള്ള ചില കാട്ടങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതൊന്ന് അടിച്ച് വാരി കൊടുക്കുക. ഇങ്ങനെ ചിലപ്പോൾ നമ്മളെല്ലാം ഒരുപോലെ മാനേജ് ചെയ്യുന്നപ്പം ഞാൻ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒരാളാണ്. അപ്പം നമ്മളിപ്പം ഒരു അമ്മ മാനേജ് ചെയ്ത് വരുമ്പോൾ അവർക്കത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അത് അവർക്കൊരു എന്താ പറയേണ്ട ഒരു ഹാബിറ്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ ഇങ്ങനെ ചെയ്തു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരോ സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ. പെട്ടെന്ന് കയറി നമ്മളടുത്ത് എല്ലാം ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണമെന്നിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് അവരുടെ ആ ഒരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യലും കൂടിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പി. ഇപ്പോൾ നമ്മളൊക്കെ ലൈഫിൽ ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഈക്വൽ ആയിട്ട് കൂടുന്നതെല്ലാം ചെയ്യണമെന്നൊന്നും ആർക്കും വാശി പിടിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു കൈത്താങ്ങ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടല്ലോ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. അവർക്ക് തന്നെ അവർക്കൊരു റെസ്പെക്റ്റ് കിട്ടിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. റെസ്പെക്റ്റ് ഈസ് മസ്റ്റ് ആട്ടോ എല്ലാ വ്യക്തികൾക്കും. ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും അവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആത്മബലവും അതുപോലെ സന്തോഷം ആട്ടോ.